ഒരു നാടിൻ്റെ വളർച്ചയുടെ കേന്ദ്രമായി, ഒരു ജനതയുടെ ഉയർച്ചയുടെ കേദാരമായി കറുകുറ്റി സെയിൻറ്റ് സേവ്യർ ഫൊറോന ചർച്ച് 1829 10 വീട്ടുകാരായി തുടങ്ങിയ ഈ ദേവാലയം ഇന്ന് വിശ്വാസനിബിഡമായ ഒരു പറ്റം സമൂഹത്തെ വാർത്തെടുത്തു. കടന്നുവന്ന വിശ്വാസതീഷ്ണമായ പാതകളിൽ ത്യാഗോജ്ജലമായ മുന്നേറ്റം കൊണ്ട് ഇന്ന് കറുകുറ്റി സെന്റ് സേവ്യർ ചർച്ച് ഫൊറോനയായി വിശ്വാസ സമൂഹത്തിൻ്റെ നെറുകയിൽ ഉദിച്ചുയർന്ന് നിലകൊള്ളുന്നു. 2 പുരുഷ സന്യാസ ഭവനങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസുകളും 5 കന്യാസ്ത്രീ മഠങ്ങളും ഈ ഇടവക അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. OFM കൺവെൻച്വൽ സഭയുടെ അസീസി ശാന്തികേന്ദ്ര പ്രൊവിൻഷ്യൽ ഹൗസും ക്ലരീഷ്യൻസ് ഫാദേഴ്സിൻ്റെ സെൻറ്റ് തോമസ് പ്രോവിൻസിൻ്റെ പ്രവിശ്യ ഭവനവും കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ 2ാമത്തെ മഠം ഇന്ന് 70-ലേറെ സിസ്റ്റേഴ്സ് അധിവസിച്ചുകൊണ്ട് ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ കുടുംബ നവീകരണ ധ്യാന കേന്ദ്രം നടത്തുന്ന CSN നസ്രത്ത് സിസ്റ്റേഴ്സിൻ്റെ മഠവും SD സിസ്റ്റേഴ്സിൻ്റെ അഗതികളുടെ സഹോദരികളുടെ സഭകളുടെ 2 മഠങ്ങളും ചേർത്തല ഗ്രീൻ ഗാർഡൻസ് എന്നറിയപ്പെടുന്ന അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് മഠവും ഈ ഇടവക അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പള്ളി മുറ്റത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന 115 വർഷം എത്തിയ സ്വീറ്റ് ഹാർട്ട് ഓഫ് സെൻറ്റ് മേരീസ് LP സ്കൂൾ, എയ്ഡഡ് സ്കൂളാണത്. അതുകൂടാതെ CMC സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ സെയിൻറ്റ് ജോസഫ്സ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെയിൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെയിൻറ്റ് ജോസഫ് ഹൈ സ്കൂൾ, സെയിൻറ്റ് ജോസഫ് LP സ്കൂൾ മലയാളം മീഡിയം, വിദ്യാനികേതൻ LP സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയവയും CMI ഫാദേഴ്സിൻ്റെ അധീനതയിലുള്ള സ്റ്റാർ ജീസസ് ഹൈസ്കൂളും SD സിസ്റ്റേഴ്സ് നിയന്ത്രിക്കുന്ന അൽഫോൻസ ആശുപത്രിയും ഈ ഇടവക അതിർത്തിയിലുള്ള കത്തോലിക്ക സ്ഥാപനങ്ങളാണ്. മറ്റ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ പലതും കറുകുറ്റിയിലും പരിസരത്തുമായി പ്രവർത്തന നിരതമാണ്. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം, കറുകുറ്റി വില്ലേജ് കാര്യാലയം, കൃഷിഭവൻ, വൈദ്യുത ബോർഡിൻ്റെ 66 kV സബ്സ്റ്റേഷൻ, ടെലിഫോൺ എക്സ്ചേഞ്ച്, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി തുടങ്ങിയവയും കറുകുറ്റി ഗ്രാമത്തിൽ പ്രവർത്തന നിരതമാണ്. 6 കപ്പേളകൾ അല്ലെങ്കിൽ കുരിശടികൾ ഈ ദേവാലയത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇടവക ദേവാലയം കറുകുറ്റി ഗ്രാമത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുമ്പോൾ തെക്കോട്ട് ഏതാണ്ട് മധ്യഭാഗത്തായി പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ നാമധേയത്തിലുള്ള കപ്പേളയും, മണിയങ്കുഴി പ്രദേശത്ത് സെയിൻറ്റ് സെബാസ്റ്റ്യൻ കപ്പേളയും, പാറപ്പുറം ഭാഗത്ത് സെയിൻറ്റ് സെബാസ്റ്റ്യൻ കപ്പേളയും, ഇടവകയുടെ വടക്കുവശം നീറുങ്ങൽ ഭാഗത്ത് സെയിൻറ്റ് ജോർജ് കപ്പേളയും, ഇടവകയിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന നാഷണൽ ഹൈവേയിൽ സെയിൻറ്റ് തോമസ് കപ്പേളയും സ്ഥിതി ചെയ്യുന്നു. ഈ കപ്പേളകളിലെല്ലാം വർഷം തോറും തിരുനാളുകൾ കൊണ്ടാടാറുണ്ട്. പൊതുവെ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണെങ്കിലും ഇതര മതസ്ഥരുമായി വളരെ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ഐക്യത്തിൽ കഴിയുന്ന ഒരു നാടാണ് കറുകുറ്റി ഗ്രാമപ്രദേശം. ഇവിടുത്തെ പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, കറുകുറ്റി കണ്ടാൽ മറുകുറ്റി കാണില്ല എന്ന്.
അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചിലർ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കറുകുറ്റിയിൽ വന്ന് താമസിച്ചു തുടങ്ങിയാൽ പിന്നെ ഇവിടെ തന്നെ അടിഞ്ഞുകൂടും, അതുകൊണ്ട് വേറെ എങ്ങും പോകേണ്ടി വരില്ല എന്ന്. മറുവശം ചിന്തിച്ചുകൊണ്ട് പറയുന്നവരുമുണ്ട്, കറുകുറ്റി ഇന്ന് വളരെ ശാന്തവും സുഖസമൃദ്ധവുമായ സ്ഥലമാണ്. ഇവിടെ വന്ന് താമസിച്ചാൽ പിന്നെ ഇവിടെ നിന്ന് പോകാൻ പോലും ആർക്കും തോന്നുകയില്ല എന്ന്. അങ്ങനെ കറുകുറ്റി കണ്ടാൽ മറുകുറ്റി കാണില്ല എന്നുള്ള ആ ചൊല്ല് ഇന്ന് വളരെ അർത്ഥവത്തായി മാറിയിരിക്കുന്നു. ഇവിടെ മതബോധന യൂണിറ്റിൽ 40 അധ്യാപകരും 5 അനധ്യാപകരും അടങ്ങുന്ന 45 പേരാണ് മതബോധന യൂണിറ്റിലെ അംഗങ്ങൾ. വേദപാഠം കൊണ്ട് നമ്മൾ കുട്ടികളെ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്താനും ദൈവ സ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും കുട്ടികളെ പ്രാപ്തരാക്കാനും ദൈവഗീതം പോലെ ജീവിക്കുവാനും അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് വിശ്വാസ പരിശീലനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുക. വിശ്വാസ പരിശീലന രംഗത്ത് നമ്മൾ അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല, പ്രവർത്തന കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ പരിശീലനമാണ് ഈ ഇടവയിൽ നടക്കുക. ഓരോ വർഷവും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടേറെ കാര്യങ്ങൾ മതബോധന യൂണിറ്റ് ഏറ്റെടുക്കുകയും അങ്ങനെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരുടെയും വേദനിക്കുന്നവരുടെയും അടുക്കിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും അവർക്ക് ആവശ്യമുള്ള ഭൗതിക ആത്മീയ തലങ്ങളിലൊക്കെ വേണ്ട സഹായങ്ങൾ നമ്മൾ നൽകി പോരുകയും ചെയ്യുന്നു. കാരുണ്യവർഷം പ്രമാണിച്ച് ഈ വർഷം മതബോധന യൂണിറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് 2 വീടുകൾ 6 ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വരുന്ന 2 വീടുകൾ ഏറ്റെടുക്കുകയും ആ വീടുകളുടെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അധ്യാപകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വീടുകളിലെ പ്രശ്നങ്ങളൊക്കെ പഠിക്കുകയും അവർക്ക് വേണ്ട പരിഹാര നിർദ്ദേശങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും മതാധ്യാപകർ സന്നദ്ധരാകുന്നു. അങ്ങനെ വളരെ അർപ്പണബോധമുള്ള ഈ അധ്യാപകരുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ ശക്തമായ ഒരു PCC ഇവിടെ പ്രവർത്തിക്കുന്നു. മാതാപിതാക്കന്മാരുടെ പ്രതിനിധികളായിട്ട് അവരുടെയൊക്കെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമാണ് മതബോധന യൂണിറ്റ് ശക്തമായി ഇവിടെ നടക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ ഇവിടെ സേവനം ചെയ്തിട്ടുള്ള വികാരി അച്ഛന്മാരും കൊച്ചച്ഛന്മാരും ഈ മതബോധന യൂണിറ്റിനെ അവർക്ക് ശക്തി പകരാനായിട്ട് എന്നും ഉത്തേജനമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യവും കൂടി ഞാൻ അറിയിക്കുകയാണ്. ആഹാ, അന്നമോള് നന്നായി പാടുന്നുണ്ടല്ലോ. തുടർന്നും പാടൂ അന്നമോളെ. ഈശോയെ, അന്ന പാടിയ പാട്ട് ഞങ്ങളുടെ ഇടവകയിലെ ബിജു ചേട്ടൻ പാടിയതാ. ധ്യാന കേന്ദ്രങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി പാട്ടുകൾ പാടാറുണ്ട് ബിജു ചേട്ടൻ. ബിജു ചേട്ടൻ ഒത്തിരി കാസറ്റിൽ പാടിയിട്ടുണ്ട് ഈശോയെ. ഞങ്ങളുടെ പള്ളിയിൽ പാട്ട് പാടുന്നത് ബിജു ചേട്ടനാ. എങ്കി ബിജു ചേട്ടന്റെ പാട്ട് എനിക്കും കേൾക്കണം. ഈശോയെ, എന്നാ വേഗം ചുരുളു നിവർത്ത് ബിജു ചേട്ടന്റെ പാട്ട് ഇപ്പോ തന്നെ കേൾപ്പിച്ചരാം. നിറയണമേ ആത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തിൽ
പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. ശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. ഉണർന്നിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്മേൽ ഭരണം ചെയ്തിടുന്നു, പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ, അഗ്നിയായി നിറയണമേ. ലോകം മുഴുവൻ പാപത്തിൻ്റെ വിനകൾ നിറഞ്ഞിടുന്നു, മാനവരെല്ലാം നാശത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിടുന്നു. ലോകം മുഴുവൻ പാപത്തിൻ്റെ വിനകൾ നിറഞ്ഞിടുന്നു, മാനവരെല്ലാം നാശത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിടുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ.
മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മരിയ ഗൊരേത്തി. വിശുദ്ധി സംരക്ഷിക്കുന്നതിനു വേണ്ടി മരണത്തിന്റെ മുൻപിലും സ്വന്തം കൊലയാളിയോട് ക്ഷമിക്കുകയും അവന്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത രക്തസാക്ഷിണി. പരിശുദ്ധമായിരുന്നു മരിയയുടെ അനുദിന ജീവിതം. ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് എന്നും പ്രാർത്ഥിക്കണോട്ടോ. തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കും. മക്കളെ, മരിക്കേണ്ടി വന്നാലും ഒരിക്കലും നിങ്ങൾ വിശുദ്ധി കൈവിടരുത്. ഈശോയുടെ അനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. മരിയ ഗൊരേത്തിയുടെ ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയിലെ ഓരോ കുട്ടികൾക്കും നല്ല മാതൃകയാവട്ടെ. ഇനി എന്താണ് ഈശോയ്ക്ക് കാണിച്ചു തരാൻ പോകുന്നത്? ഉണ്ട് ഈശോ, ഇനി നല്ലൊരു പരിപാടിയുണ്ട്. ഞങ്ങളുടെ ചേട്ടന്മാര് കളിച്ച മൈം. മൈമോ? അതെന്താ? അതോ ഈശോ പറഞ്ഞു തന്ന ധൂർത്തപുത്രന്റെ ഉപമയില്ലേ? ഉവ്. ആ ഉപമ ചേട്ടന്മാര് അഭിനയിച്ച് കാണിക്കും. ഈശോ കാണ്, അപ്പൊ ഈശോയ്ക്ക് ശരിക്കും മനസ്സിലാവും. ശരി ശരി, എന്നാ പിന്നെ സമയം കളയണ്ട, ഇപ്പൊ തന്നെ മയം കണ്ടേക്കാം.
അസലായി. ഈശോയ്ക്ക് ശരിക്കും മനസ്സിലായിട്ടോ. നിങ്ങളുടെ ഇടവകയിലുള്ളവർക്ക് ഒത്തിരി കഴിവുകളുണ്ട്. മയം കളിച്ച നിങ്ങളുടെ ചേട്ടന്മാർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.